വലിയ ആഡംബരമൊന്നും ഇല്ലടോ ഇതിന്. പക്ഷേങ്കില് വേറെ ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. രുചിയിലായാലും ശരി, ഗുണത്തിലായാലും ശരി, എല്ലാത്തിലും മുന്നിലാണ്. എന്നാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കില് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തിനെ പറ്റിയാ പറയുന്നതെന്നല്ലേ, നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇടയ്ക്കൊക്കെ ഈ ചിക്കനും ബീഫും മട്ടനൊക്കെ കഴിച്ച് മടുത്തവർക്ക്, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ലഞ്ച് ഉണ്ടാക്കി എടുക്കണമെങ്കിലൊക്കെ ഇതുപോലൊരു വെജിറ്റബിൾ ബിരിയാണി മതിയിടോ. പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാട്ടോ. അവര് അറിയാതെ ഇത് ഉണ്ടാക്കാനേ ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ച് അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്താച്ചാ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കേ ഇനി ഒരു സവാള അങ്ങോട്ട് നീളത്തിലരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതോ അരിഞ്ഞതോ അല്ലെങ്കിൽ പേസ്റ്റോ എന്താച്ചാ അങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ. ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടേ ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും പിന്നെ കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടേ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് കണക്കിൽ വെള്ളം ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ അരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കും. പിന്നെ ഒരു വിസിൽ കൂടരുത് കേട്ടോ, അല്ലെങ്കിൽ കഞ്ഞിയായി പോകും.